ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ കൃഷ്ണന് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യണം, അതിലാണ് കാര്യമിരിക്കുന്നത്. സകലതും നശിച്ചവരും എല്ലാം നഷ്ടപ്പെട്ടവരും നശിച്ചു സർവ സാമ്പത്തിക നാശം എല്ലാം നശിച്ചവരും ഭഗവാൻ കോടീശ്വരനാക്കും. സത്യസന്ധമായ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായ ഒരുപാട് അനുഭവമുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ഇപ്പം കോടീശ്വരൻ, ചിലരെയൊക്കെ കോടീശ്വരനാക്കും, ചിലരെ ലക്ഷപ്രഭുവാക്കും, ചിലരെ വലിയ സമ്പന്നനാക്കും. എന്തായാലും ഭഗവാൻ കൈവിടത്തില്ല, അതുപോലെ സമ്പത്ത് നൽകും. വലിയ സമ്പന്നനാക്കി ഒരുപാട് ആളുകളെ ഭഗവാൻ സമ്പന്നനാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ലളിതമായ ഒരു കാര്യം ചെയ്തു. ഞാൻ ഈ വിഷയം ഇത് പറഞ്ഞു തരാൻ കാരണം, ഞാൻ തന്നെ ഇത് ഒരാൾക്ക്, ഞാൻ പറഞ്ഞത് കേട്ടത് അനുസരിച്ച് ചെയ്ത ഒരാൾക്ക് സാമ്പത്തികമായിട്ട് നല്ല മാറ്റം വന്നു. അപ്പം അദ്ദേഹം എന്നോട് വാട്സപ്പിൽ പറഞ്ഞു, ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ എല്ലാം എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട്. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അദ്ദേഹം പറഞ്ഞു, സാറേ ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം, ഒരുപാട് ആളുകൾക്ക് മാറ്റം വരുത്തട്ടെ. ആ മനുഷ്യനെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ് കേട്ട് അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടായപ്പോൾ ഈ കാര്യം സാറേ എല്ലാവർക്കും കൂടെ പറഞ്ഞു, എല്ലാവരും അറിയട്ടെ. അപ്പം അദ്ദേഹത്തിന് നല്ല മനസ്സിനും ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ ആ കാര്യം അദ്ദേഹം ചെയ്യേണ്ട രീതിയിൽ, ആ ചെയ്ത രീതി അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്തു. സാമ്പത്തികമായിട്ട് വലിയ മാറ്റം ഉണ്ടായി. ആ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെയ്തു നോക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട, ലളിതമായ കാര്യമായി ചെയ്തു നോക്കുക. ചെയ്തവരെ എല്ലാം ഭഗവാൻ ഇപ്പം ചിലരെ കോടീശ്വരരാക്കും, ചിലരെ ലക്ഷപ്രഭുക്കളാക്കും, ഒന്നുമില്ലെങ്കിലും വലിയ സമ്പന്നരാക്കും. ഭഗവാൻ ആ ജീവിതത്തിലെ എല്ലാ സകലത് നശിച്ചവരെ പോലും ഭഗവാൻ വലിയ സമ്പത്തിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് ചെയ്യേണ്ടത് അമ്പലപ്പുഴയിലാണ്. ഞാനിത് പറയാൻ കാര്യം, അമ്പലപ്പുഴയെ ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത ആൾക്കാണ് അനുഭവം ഉണ്ടായത്, അതുകൊണ്ടാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത് കൃഷ്ണക്ഷേത്രം, നല്ല ചൈതന്യമുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന കൃഷ്ണക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് അനുഭവം ഉണ്ടായത് അമ്പലപ്പുഴ ചെയ്താണ്. അതുകൊണ്ട് അമ്പലപ്പുഴ ചെയ്യാൻ ആണ് ഞാൻ പറയുന്നത്. കാരണം അത് അനുഭവമുള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അമ്പലപ്പുഴ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അതുപോലെ ഭഗവാൻ സമ്പത്ത് നൽകിയ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എത്ര നശിച്ചവരെ രക്ഷപ്പെടുത്തും. ഇത് ഈ ഒരു രീതി, ഈ ചെയ്യുന്ന ഒരു രീതി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഈ പറയുന്ന കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്, അത് ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഇത് അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്. ഞാനീ പറയാൻ പോകുന്ന കാര്യത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അത് അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ, എങ്കിലാണ് അത് ഫലം കിട്ടുന്നത്. അല്ലാതെ ആ കാര്യം കേട്ട ഉടനെ നിങ്ങൾ ചെയ്യരുത്. അതിൻ്റെ പുറകിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ രഹസ്യം കുറേ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, അപ്പോഴാണ് നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും ഒക്കെ. പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ട, നമ്മളിവിടെ പ്രയത്നിക്കണം. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർക്ക്, എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ, ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും എടുക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഞാൻ ഒന്നുകിൽ വർക്കിൻ്റെ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രാണായാമം, പല യോഗവിദ്യകൾ, പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തിരക്കായിരിക്കും. അതാണ് എടുക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട്, സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ വീഡിയോയിലെ ആ രഹസ്യത്തിലേക്ക് വരാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണാൻ, അത് ജസ്റ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ്. ഇന്നലെയല്ല വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ആ പുത്തങ്കാവലുമേ കണ്ടിട്ട് കുറച്ച് നേരം ഓഫീസിൽ ഇരിക്കും. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി അവർ വന്നു തിരുവനന്തപുരത്ത് നിന്ന്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ അവർക്ക് ഒരു വലിയ നടക്കാത്ത ഒരു കാര്യം, ഞാൻ വനദുർഗയ്ക്ക് ഒരു വഴിപാട് പറഞ്ഞു കൊടുത്ത് നല്ല മാറ്റം ഉണ്ടായി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ അത് വനദുർഗയുടെ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തതാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. നടക്കാത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നടന്നു കിട്ടിയത്. ഈശ്വരന് നന്ദി, വനദുർഗയ്ക്ക് നന്ദി, പുത്തങ്കാവലമ്മയ്ക്ക് നന്ദി. ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ വാട്സാപ്പിൽ കുറേ ആളുകൾ മെസ്സേജ് ചെയ്തു. SLCക്ക് ചില കുട്ടികളുടെ ഒരു ആൾ മെസ്സേജ് ചെയ്ത് 92% മാർക്കോടെ പാസ്സായി. അത് എനിക്കെന്ത് മെസ്സേജ് ചെയ്തെന്ന് ചോദിച്ചാൽ
നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് ചെയ്തു, പിന്നെ അവർ പരിശ്രമിച്ചു. അതിൻ്റെ ഒരു സന്തോഷം എന്ന നിലയിലാണ് എനിക്ക് ഷെയർ ചെയ്തത്. 92% പാസ്സായി. പിന്നെ വേറെ കുട്ടികൾ നല്ല രീതിയിൽ പാസ്സായ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സന്തോഷം, ദൈവത്തിന് നന്ദി, മഹത്വം. എന്നോട് സന്തോഷം ഷെയർ ചെയ്തതിനും നന്ദി. ഞാൻ നിങ്ങളോട് ആ സന്തോഷം ഷെയർ ചെയ്യുകയാണ്. പിന്നെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഒരാൾക്ക് നല്ലൊരു ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി. കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് കാനഡയിൽ ഒരു കുട്ടിക്ക് ജോലിയൊക്കെ ശരിയായി. ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയവർ തന്നെയാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തതാണ്. എനിക്കെല്ലാം വാട്സപ്പിൽ എൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്. സന്തോഷം അത് നിങ്ങളോട്. അപ്പോൾ ഇതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. പിന്നെ മാലിദ്വീപിൽ നിന്ന് ഒരാൾ മെസ്സേജ് ചെയ്തു. അദ്ദേഹം എനിക്ക് വിഷുവിന് ഒരു ചെറിയ ദക്ഷിണ ഇട്ടു. ഞാൻ പറയാതെ തന്നെയാണ്, കാരണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷെ പുള്ളി ഇട്ടിട്ട് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പിന്നെ ഞാൻ നോക്കിയും കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചു. ബിസിനസ്സാണ്, വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് മാലിദ്വീപി. അപ്പം അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഒരുപാട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അതൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. അതൊക്കെ ഒരു ഗുരുത്വമാണ്. വളരെ സന്തോഷം. അപ്പോൾ അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എത്ര നശിച്ച് എല്ലാം പോയവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും. അപ്പം ചിലർ വിചാരിക്കും, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർക്കും ചെയ്യാം, എത്ര നശിച്ചവർക്കും ചെയ്യാം. സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ എത്ര നശിച്ചവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരും. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. മുഴുവൻ കേൾക്കണം കേട്ടോ. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അതിൻ്റെ അത് ചെയ്യുന്നതിൻ്റെ പുറകിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ രഹസ്യം കൂടെ പറയുന്നുള്ളൂ. അവർ കേട്ടിട്ട് ചെയ്യാവുള്ളൂ. അറ്റമൂലം കേട്ടിട്ട് ചെയ്യരുത്. വീണ്ടും പറയുന്നു, ദിവസവും ഒരു നാണയമെങ്കിൽ ഒരു നാണയം, അല്ലെങ്കിൽ 10 രൂപയെങ്കിൽ 10 രൂപ, അല്ലെങ്കിൽ 20 രൂപയെങ്കിൽ 20 രൂപ, അല്ലെങ്കിൽ 50 രൂപയെങ്കിൽ 50 രൂപ, നിങ്ങളുടെ കയ്യിലുള്ള പോലെ രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥന നടത്തിയിട്ട് നിങ്ങൾ വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള പോലെ, ഞാൻ പറഞ്ഞില്ല, 1 രൂപയെങ്കിൽ 1 രൂപ, 2 രൂപയെങ്കിൽ 2 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ, നിങ്ങളുടെ ഉള്ള പോലെ ഭഗവാനെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ അവിടുത്തെ ക്ഷേത്രത്തിൽ നടത്തുന്ന അന്നദാനത്തിന് ഞാനിത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു കുടുക്കയിലോ വല്ല ഇടുക. അപ്പോൾ അവിടെ ഞായറാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുണ്ട് അന്നദാനം. ഞായറാഴ്ചന് രണ്ട് തുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച തന്നെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അതിന് എത്ര തുകയാകുമെന്ന് അന്വേഷിക്കുക. ഞാനിടയ്ക്ക് ചെയ്യുന്ന കേട്ടോ, പക്ഷെ നിങ്ങളവിടെ അന്വേഷിച്ചിട്ട് മതി. അപ്പം ആ തുക ആകുമ്പോൾ, അത് 1 മാസം 2 മാസം എത്ര മാസം ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുക്കയിൽ ആ തുക ആകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി അവിടെ അന്നദാനം ചെയ്യുക. വേണമെങ്കിൽ വ്യാഴാഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. വ്യാഴാഴ്ചയെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇച്ചിരി പൈസ ആകുമെന്ന് തോന്നുന്നു. ഞായറാഴ്ച അത്ര ആകത്തില്ല. ഇത് നിങ്ങൾ ചെയ്യുക. പിന്നെയും നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ദിവസവും നിങ്ങളെ ഉള്ള പോലെ ഒരു കുടുക്കയ്ക്കകത്ത് മാറ്റി വെക്കുക, അല്ലെ ഒരു ഡപ്പിക്കകത്താണെങ്കിലും മാറ്റി വെക്കുക. അതൊരു തുകയാകുമ്പോഴെപ്പോഴോ അപ്പം പോയി അന്നദാനം ചെയ്യുക അമ്പലപ്പുഴയിൽ. ഞാൻ സത്യമായിട്ട് പറയുന്നു, ഇത് ഞാൻ തന്നെ കേട്ട് ചെയ്ത ഒരാളാണ്. വീഡിയോക്കകത്ത് ചെയ്ത അയാൾക്ക് ഒരുപാട് സാമ്പത്തിക മാറ്റം ഉണ്ടായി. ഇത് കൃത്യമായിട്ട് ഭഗവാൻ എത്ര നശിച്ച വ്യക്തിയെ രക്ഷപ്പെടും. ഇതിൻ്റെ പുറകിൽ ചില രഹസ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ശ്രദ്ധിച്ച് കേട്ടണം, ദിവസേന നമ്മുടെ വിയർപ്പിൻ്റെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു അംശം ദിവസേന മാറ്റി വെക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട്. അതും കുളി കഴിഞ്ഞ് പ്രാർത്ഥന ചെയ്താൽ ഉടനെ അത് മാറ്റി വെക്കണം. ഇത് നമ്മൾ ഈ ജലാംശവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്ക് പ്രത്യേക ഫലം ലഭിക്കും. മനസ്സിലായില്ലേ? നമ്മൾ കുളിച്ചീറനോടുള്ള പ്രാർത്ഥനകൾക്കൊക്കെ ഫലം ലഭിക്കും. അപ്പം നിങ്ങൾ കുളിമുറി എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങി, കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നിങ്ങളുടെ പിന്നെ വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഇത് മാറ്റി വെക്കണം. ഈ കുളി കഴിഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. അത് പണ്ട് കാലത്ത് ആളുകളൊക്കെ കുളിച്ചീറനോടെ ഒക്കെയുള്ള പ്രാർത്ഥനകളൊക്കെ അതിൻ്റെ പ്രാധാന്യം അറിയാമായിരുന്നു. ഇപ്പോഴും നമ്മളൊരു ബലിയിട്ടാൽ കുളിച്ചീറനോടെ ഇടുന്നത്. പിന്നെ കുളിച്ചീറനോടെ നേർന്ന ആ കാര്യം നടക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ സ്ഥലം വാങ്ങിയവരുണ്ട്, വിറ്റവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്, കിട്ടാക്കടം കിട്ടിയവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രമോഷൻ കിട്ടിയവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. ഈ കുളിച്ചീറനോടെ പ്രാർത്ഥിക്കുന്നതും കുളി കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ പ്രത്യേക ഫലമാണ്.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദിവസം നമ്മുടെ വരുമാനത്തിന്റെ, നമ്മുടെ വിയർപ്പിന്റെ, നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഒരംശം നിങ്ങളുടെ ഇഷ്ടം. അത് 1 രൂപ മാറ്റണോ, 2 രൂപ മാറ്റണോ, 10 രൂപ മാറ്റണോ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ മനസ്സാണ് അത്. നിങ്ങളുടെ ശേഷി പോലെ ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ മാറ്റി വെക്കാൻ ശേഷിയുള്ളവന് 1 രൂപ മാറ്റി വെച്ചാൽ അതൊരു സത്യസന്ധമായ മാറ്റിവെക്കലല്ല. നിങ്ങളുടെ സത്യസന്ധമായ നിങ്ങളുടെ ശേഷി പോലെ ഉള്ള പോലെ നിങ്ങൾ മാറ്റിവെക്കുക ദിവസം. അങ്ങനെ ദിവസേന ഭഗവത് സ്മരണയോടുകൂടി നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരംശം അന്നദാനത്തിന് മാറ്റിവെച്ചാൽ അതിനോളം പുണ്യം. നിങ്ങൾ എത്ര 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 ക്ഷേത്രങ്ങളിൽ പൊക്കോട്ടെ, എത്ര എത്ര മന്ത്രങ്ങൾ പഠിച്ചോട്ടെ, എത്ര എത്ര ഗുരുക്കന്മാരുടെ അടുത്ത് നിങ്ങൾ വിദ്യകൾ നേടിക്കോട്ടെ, ഇതിനോളം പുണ്യം ഒന്നിനും വരത്തില്ല. ഇത് സത്യം, ഭഗവാനെ നിലനിർത്തിയാ പറയുന്നത്. അന്നദാനത്തിന് ദിവസവും നിങ്ങളുടെ വരുമാനത്തിന്റെ, നിങ്ങളുടെ വിയർപ്പ് തുള്ളിയുടെ, നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു അംശം ഭഗവത് സ്മരണയോടുകൂടി ദിവസവും നിങ്ങൾ മാറ്റി വെക്കുന്നതോളം പുണ്യം ഈ ലോകത്തിൽ ഒന്നും ചെയ്താൽ കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് പറഞ്ഞുതരാം. പലരും പറയാം ഏറ്റവും പുണ്യം കിട്ടുന്ന അത് ചെയ്താലാണ്, ഇത് ചെയ്താലാണ്. അതൊന്നുമല്ല. ഞാൻ എൻ്റെ അറിവ് പറയുന്നത്, അന്നദാനമാണ് ഏറ്റവും വലിയ പുണ്യം. അതെന്താ അന്നദാനം ഏറ്റവും വലിയ പുണ്യമാകുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ എന്നെങ്കിലും കേട്ട് വിശ്വസിക്കരുത്. എന്തുകൊണ്ടാണ് അന്നദാനം ഏറ്റവും വലിയ പുണ്യമാകുന്നതെന്ന് പറയുന്നത്? അതായത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വിശപ്പ്. അതാണ് പ്രാഥമികമായിട്ടുള്ള ഏറ്റവും വലിയ. നമ്മുടെ വിശപ്പ് അടക്കുന്നതിലൂടെ ഒരു ജീവനെ നിലനിർത്തുകയാണ്. നമ്മൾ വിശപ്പടക്കുന്നതിലൂടെ ഒരു ജീവനെ നിലനിർത്തുകയാണ്. ഇപ്പം ജീവനെ നിലനിർത്തുന്നതാണ് അന്നം അല്ലെങ്കിൽ ആഹാരം. അന്നം, അതുകൊണ്ട് തന്നെ അന്നത്തെ ബ്രഹ്മമെന്ന് പറയുന്നു. നമുക്ക് കർമ്മം ചെയ്യാൻ, പ്രവൃത്തി ചെയ്യാൻ അതിനടിസ്ഥാനമായ ഊർജം ലഭിക്കുന്നത് നമ്മൾ അന്നത്തിലൂടെയാണ്, ആഹാരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദൈവികമായി ബ്രഹ്മമെന്ന് പറയുന്നത്. നമ്മളിപ്പം ഈ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, ഇപ്പോൾ നമ്മളൊരു ദാനം ചെയ്യുന്നു, അത് സ്വീകരിക്കുന്ന ആൾക്ക് പൂർണ്ണ തൃപ്തി വരുന്നത് അന്നദാനം കൊണ്ട് മാത്രമേ ഉള്ളൂ. കാരണം ഒരു പരിധിക്കുള്ളിൽ കഴിക്കാൻ പറ്റത്തില്ല, മതിയെന്ന് പറയും. വേറെ ഒരു കാര്യവും എത്ര സ്വീകരിച്ചാലും ആളുകൾ വേണ്ടാന്ന് പറയത്തില്ല. പക്ഷെ അന്നം, ആഹാരം ഒരു പരിധിക്കുള്ളിൽ കഴിക്കാൻ പറ്റത്തില്ല, മതിയെന്ന് പറയും. അതായത് ദാനം നൽകി അത് സ്വീകരിക്കുന്നവൻ, മറ്റേത് ദാനം നൽകിയാലും അത് സ്വീകരിക്കുന്നവനെ പിന്നെയും തൃപ്തി വരത്തില്ല മനസ്സുകൊണ്ട്. പക്ഷെ അന്നദാനം സ്വീകരിക്കുന്നവന് അവന് തൃപ്തി വരുന്ന ഒരേ ഒരു ദാനം അന്നദാനം മാത്രമേ ഉള്ളൂ. അതാണ് അന്നദാനത്തിൻ്റെ മഹത്വം. അതായത് അന്നദാനത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 1000 പടക്കുതിരകളെ ദാനം കൊടുത്താലും, 1 കോടി പശുക്കളെ ദാനം കൊടുത്താലും, നവരത്നങ്ങളെ ദാനം കൊടുത്താലും, അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ ദാനം കൊടുത്താലും, അല്ലെങ്കിൽ സമുദ്രത്തെക്കാൾ കൂടുതൽ ഭൂമി ദാനം കൊടുത്താലും, 1000 ആനകളെ ദാനം കൊടുത്താലും, ഇതൊക്കെ ദാനം കൊടുത്താലും അന്നദാനത്തിന് തുല്യമാകത്തില്ല എന്നറിയുക. അതാണ് അന്നദാനത്തിൻ്റെ മഹത്വം. അതായത് ഈ മഹാഭാരതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് കർണനും സുയോധനും ഒക്കെ മരിച്ച ശേഷം മരണാനന്തര ലോകത്ത് ചെല്ലുമ്പം, ആ ലോകത്ത് വെച്ച് കർണന് ഒരു ദാഹവും വിശപ്പും അനുഭവപ്പെടുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ കർണനോട് പറഞ്ഞു കൊടുക്കുന്നു എന്നൊരു കഥ പറയുന്നുണ്ട്. അതായത് കർണൻ ജീവിച്ചിരുന്നപ്പോൾ അന്നദാനം നടത്തുന്ന ഒരു സ്ഥലം കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, വിരലുകൊണ്ട്. ആ വിരൽ നുണഞ്ഞാൽ മതി വിശപ്പും ദാഹവും ശമിക്കുമെന്ന്. അങ്ങനെ കർണന്റെ വിശപ്പും ദാഹവും മരണാനന്തര ലോകത്ത് വെച്ച് ശമിച്ചു എന്നാണ്. അന്നദാനം നടക്കുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ വിരലിന് പോലും ഉണ്ട് പുണ്യം. അപ്പം അന്നദാനത്തിന് എന്തൊരു മഹത്വമാണ്. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, എനിക്കറിയാവുന്ന ഒരു കാര്യം. അതായത് എൻ്റെ അമ്മ പണ്ടൊരിക്കൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് വിശന്ന് വന്ന ഒരു സ്ത്രീക്ക്, അന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ അമ്മ വീട് കാവാലമാണ്. അപ്പോൾ അവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളും കൂടെ ആളുകൾ ജീവിക്കുന്നവരാണ്. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ് അമ്മയുടെ വീട്ടിലൊക്കെ. അപ്പോൾ പൊതുവെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയങ്ങളാണ്. ഒരു സ്ത്രീ വിശന്ന് വലഞ്ഞു വന്നപ്പം അമ്മ കുറച്ച് കഞ്ഞവെള്ളം എന്ന് വെച്ചാൽ അത് കഞ്ഞിയുണ്ട്, ചോറുണ്ട്, അതുകൊണ്ട് നല്ല തൈരൊഴിച്ച് നല്ലതാക്കി അവർക്ക് കൊടുത്തു. അവരങ്ങ് കഴിക്കുകയും ചെയ്തു, ബാക്കി വെള്ളം കുടിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നിനക്കുണ്ടാകുന്ന എല്ലാ ആൺമക്കളായിരിക്കും എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം പോലെ അത് പറഞ്ഞു.
അവര് നമ്മൾക്കൊരു മനുഷ്യനെ അനുഗ്രഹിക്കാനും പറ്റും. നമ്മുടെ മനസ്സിൽ അതുപോലൊരു ഈശ്വരീയത വന്ന് അവർക്ക് അതുപോലെ വിശപ്പ് മാറിയപ്പോൾ അവർ പറഞ്ഞു നിനക്കുണ്ടാകുന്ന എല്ലാം ആൺമക്കളായിരിക്കും എന്ന് പറഞ്ഞ അമ്മേ ഒരു അനുഗ്രഹമായിരുന്നു. ആ എൻ്റെ അമ്മ കൊടുത്ത ആ ഒരു ആഹാരത്തിന്റെ പുണ്യം കൊണ്ടാണ് നമുക്ക് ആ ഗർഭപാത്രത്തിൽ ജനിക്കാൻ പറ്റിയത്. ഞാൻ അങ്ങനെ ജനിച്ചത് കൊണ്ടാണ് ഇന്ന് ലക്ഷോപലക്ഷം ലോകത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഏറ്റവും നന്മയുണ്ടാകുന്ന ജീവിതം മാറുന്ന ശിവരഹസ്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, മുരുക രഹസ്യങ്ങൾ, ഇതുപോലെ നന്മയുള്ള ദിവ്യമായ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് എൻ്റെ അമ്മ ചെയ്ത ഒരു പുണ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എത്ര കാര്യങ്ങൾ ചെയ്ത് എന്തെല്ലാം ആളുകൾ ജീവിതത്തിൽ എന്തെല്ലാം നേടിയിരിക്കുന്നു. ഒരുപാട് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്കിത് പറയാൻ സാധിച്ചതും എനിക്ക് ഭൂമിയിൽ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാൻ സാധിച്ചതും നിങ്ങൾക്കിതെല്ലാം ഞാൻ ജനിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ എനിക്കിപ്പോൾ പറഞ്ഞു തരാനുള്ള അപ്രസക്തമാണ്. ഇതിനെ എൻ്റെ അമ്മ ചെയ്ത അന്നദാനത്തിൻ്റെ മഹത്വമാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ചെയ്ത അന്നദാനമാണ്. അത്ര മഹത്വമുണ്ട് അന്നദാനത്തിന്. ഇനി ഇത് കൂടുതലൊന്നും പറയണ്ടല്ലോ അന്നദാനത്തിന്റെ മഹത്വത്തെ കുറിച്ച്. ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. ഇനി ഇതിൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട. പലരും ആ ദാനം ഈ ദാനം എന്നൊക്കെ പറയും. ഒന്നുമല്ല, അന്നദാനമാണ് ഏറ്റവും വലിയ മഹത്വം. കാരണം അന്നം ബ്രഹ്മമാണ്, നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന ഊർജമാണ്. ആ ഊർജം കിട്ടുന്നത് അന്നത്തിൽ ആഹാരം കഴിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നം പാചകം ചെയ്യുന്ന അടുക്കള ഐശ്വര്യത്തിന്റെ ഉറവിടം അല്ലെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത്. അല്ലാതെ അടുക്കള ഇപ്പം വാസ്തു നോക്കുന്നവരൊക്കെ പറയും അടുക്കളയാണ് പ്രധാനം, അടുക്കളയാണ് ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം. പക്ഷെ അതൊക്കെ പലരോടും ചോദിക്കുമ്പോൾ പലർക്കും അതിന്റെ കാരണം അറിയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള. അതുകൊണ്ടാണ് അടുക്കളയ്ക്ക് ദൈവികമായ ഒരു അനുഗ്രഹവും ദൈവികമായ ഒരു ഐശ്വര്യമുള്ളതാണ്. അന്നം ബ്രഹ്മമാണ്, അന്നം ഈശ്വരനാണ്. അത് നമ്മളെ കർമ്മം ചെയ്യാൻ ആ ഊർജ്ജമില്ലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ നിലനിർത്തുന്നതാണ്, ശരീരത്തെ നിലനിർത്തുന്നതാണ് അന്നം. അപ്പൊ അന്നദാനമാണ്. അന്നദാനം ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ ഈ അമ്പലപ്പുഴ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഇനിയും അമ്പലപ്പുഴ വരാൻ പറ്റാത്തവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ഏത് ക്ഷേത്രത്തിലാണ് അന്നദാനം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ദിവസം പൈസ എടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ദിവസവും ഒരു തുക മാറ്റി വെച്ച് ചെയ്യുന്നതിനാണ് കൂടുതൽ പുണ്യം. അതാണ് മഹത്തരം. ഓരോ ദിവസവും ഈശ്വര പ്രാർത്ഥനയോട് കൂടി ചെറിയൊരു തുക മാറ്റി വെച്ച് അങ്ങനെ ചെയ്യുന്ന അന്നദാനത്തിന് കോടി 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 പുണ്യം. ഞാനതാ പറഞ്ഞു തരുന്നത്. അത് പറഞ്ഞ് ഇതാരും പറഞ്ഞു തരത്തില്ല, നിങ്ങൾ മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു വീഡിയോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആദ്യം തുടങ്ങുന്നത് വളരെ ലളിതമായിട്ടായിരിക്കും, പിന്നെ പോകുന്നത് ലോകത്താരും പറഞ്ഞു തരാത്ത ഏറ്റവും രഹസ്യമായ കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം ഇതാ. നമ്മൾ ഒരു തുക എടുത്ത് ഒന്നിച്ച് അന്നദാനത്തിന് കൊടുക്കുന്നതിനേക്കാൾ ദിവസവും ഒരു ചെറിയ തുക പ്രാർത്ഥനയോടെ മാറ്റി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് അറിയുക. ആ വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ആ വിദ്യയാണ് പറഞ്ഞു തന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോളം എത്ര നശിച്ചവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും. ഇപ്പം അമ്പലപ്പുഴ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എത്ര നശിച്ചവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തും. വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. മനസ്സിലെ ആ നിരാശ, അഹങ്കാരം, പൊങ്ങച്ചം, വിഷമം, ഇതെല്ലാം നമ്മുടെ വികാരങ്ങളാണ്. ഈ വികാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വര ശുദ്ധമായ ബോധം ഉണ്ടാകുന്നത്, ഒരു നിഷ്കളങ്കമായ മനസ്സുണ്ടാകുന്നത്. അതാണ് ആ മനസ്സിനെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഹങ്കാരത്തോടെ, പൊങ്ങച്ചത്തോടെ, കുശുമ്പ്, അസൂയ, വിദ്വേഷം, ഇതൊക്കെ നമ്മളുടെ വികാരങ്ങളാണ്, മനസ്സിലെ മാലിന്യങ്ങളാണ്. ഈ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈശ്വരൻ ശുദ്ധമായ ബോധമാണ്. അപ്പൊ നമ്മുടെ ഈ മലിനമായ വികാരങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി ശുദ്ധമായ ബോധത്തോടു കൂടി ഈശ്വരനെ വിളിക്കുമ്പോഴാണ് ഈശ്വരനുമായിട്ട് കണക്ട് ആകാൻ പറ്റുന്നത്. അങ്ങനെ വിളിക്കണം. അപ്പൊ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ ദാനധർമ്മങ്ങളിലൂടെയാണ് മനസ്സ് ഏറ്റവും കൂടുതൽ ശുദ്ധമാകുന്നത്. നമ്മൾ ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു അന്നദാനം ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ അർഹരായ ആർക്ക് വേണേലും അന്നദാനങ്ങൾ ചെയ്യാം. അർഹരായവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം പൂർണ്ണ മനസ്സോടെ. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. അങ്ങനെ മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ഈശ്വരനുമായിട്ട് കണക്ട് ആകുന്നത്. അല്ലാതെ എത്ര ക്ഷേത്രങ്ങളിൽ പോയാലോ, എത്ര ലോകം മുഴുവൻ സഞ്ചരിച്ചാലോ, എത്ര
ദിവ്യമായ സ്ഥലങ്ങളിൽ ദർശനം നടത്തിയാലും ഒക്കെ അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്നല്ല. പക്ഷെ ശരിയായ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം. ശുദ്ധമായ മനസ്സ് ദാനധർമ്മങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. പൂർണ്ണ മനസ്സോടെയുള്ള ദാനധർമ്മങ്ങൾ, അങ്ങനെ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നത്. ആ ശുദ്ധമായ മനസ്സുകൊണ്ട് ഈശ്വരനോട് പെട്ടെന്ന് കണക്റ്റ് ആകും എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ചില ഈ മഹാക്ഷേത്രങ്ങളിൽ, ഇപ്പം ഗുരുവായൂരായിക്കോട്ടെ, മണ്ണാറശാല ആയിക്കോട്ടെ, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമായിക്കോട്ടെ, ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ ക്ഷേത്രമായിക്കോട്ടെ, അവിടെ എല്ലാം അന്നദാനമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ? ഏറ്റവും വലിയ പുണ്യമാണ് അന്നദാനം നടത്തുന്നതിലൂടെ ആ ദേവന്റെ ഒരു ഐശ്വര്യം, ചൈതന്യം ആ നാടിന് തന്നെ വലിയ ഐശ്വര്യം ഉണ്ടായി വരും. ഏറ്റവും വലിയ പുണ്യകർമ്മം ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് അന്നദാനം. അതുപോലെ വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്. നിങ്ങൾക്കറിയാമല്ലോ, വൈക്കം കാശി തന്നെയാണ് കേട്ടോ. ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്. ഇതൊക്കെ അറിയുക, ഇതൊക്കെയാണ് അറിയേണ്ടത്. വൈക്കം കാശി തന്നെയാണ്. കാശിയിൽ പോകാൻ പറ്റാത്തൊരു വൈക്കത്ത് പോയാൽ മതി. ദക്ഷിണ കാശിയാണ്. അപ്പം അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് ഓച്ചിറ. ഓച്ചിറ പോയാലും അതേ ഫലമാണ്. അപ്പോൾ ഇതൊക്കെ അന്നദാനം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനത്തിൻ്റെ ഒരു പുണ്യം ആ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങൾ ആ നാടിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്ര മഹത്തരമാണ് ഈ ഒരു അന്നദാനം എന്ന് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾക്ക് ഫലമുണ്ടാകുന്ന ചില കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നത്. അതായത് ഈ മുരുകന് പൂയം നക്ഷത്രം വരുന്ന ദിവസം, പൂയം ഞായറാഴ്ച, ചൊവ്വാഴ്ച, കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം, പൂയ നക്ഷത്രം വരുന്ന ദിവസം, കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം, ഞായറാഴ്ച, ചൊവ്വാഴ്ച, ഇതിലേതെങ്കിലും ഒരു ദിവസം മുരുകൻ അഷ്ടോത്തര അർച്ചനയും നെയ്വിളക്കം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മുരുകൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടും. വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ചെയ്യുക, നല്ല കാര്യമാണ്. രാവിലെ ചെയ്യണം. 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ എന്ന വാഗുകൊണ്ട് അല്ലെ മനസ്സിലോ ജപിക്കാം. ഭഗവാനെ എന്നുള്ള ഭക്തിയിൽ മനസ്സ് ലയിച്ച് പ്രാർത്ഥിച്ച്, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് നടക്കി വെക്കണം. 6ാമത്തെ വലത്തിന് നെയ്വിളക്ക് തെളിയിച്ചു വെക്കണം. 6 വലത്ത് കഴിഞ്ഞ് നെയ്വിളക്ക് തെളിയിച്ചാൽ മതി. അഷ്ടോത്തര അർച്ചനയും കൂടെ കൊടുക്കണം. രണ്ടും രണ്ടായിട്ട് വെക്കണം. ഭഗവാനെ നടക്കി വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. മുരുകൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു വളരെ രഹസ്യമായ ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പല ആളുകളും പെട്ടെന്ന് സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വരുന്ന വലിയ വലിയ ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു. ചിലരാണെങ്കിൽ പെട്ടെന്ന് മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നു. ചില വീടുകളിൽ പെട്ടെന്ന് കലഹം, പ്രശ്നം, വഴക്ക് എല്ലാം സർവനാശങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ രാഹു ഗ്രഹനിലയിൽ പിഴച്ചു നിൽക്കുകയോ ഒക്കെ, അല്ലെങ്കിൽ രാഹു അനുകൂലമല്ലാത്ത രാഹുവിൻ്റെ ദശയിലോ രാഹുവിൻ്റെ സ്വാപകാരത്തിലോ അല്ലെങ്കിൽ രാഹു ഗ്രഹനിലയിൽ പിഴച്ചു നിൽക്കുമ്പോഴോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, നിരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഈ രാഹുവിൻ്റെ സ്വാപകാര സമയത്ത് കുട്ടികൾ ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകളെ, തെറ്റായ ചില റിലേഷൻസ് ഒക്കെ പോകുന്നതായിട്ട് കൂടുതലായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ ഈ ബുധന്റെ കേന്ദ്രത്തിൽ രാഹു നിന്നാൽ ഇത് നല്ലതായിട്ട് മാറ്റം വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബുധന്റെ കേന്ദ്രത്തിൽ രാഹു നിന്നാൽ ഇതൊക്കെ മാറി നല്ല മാറ്റം വരുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആവർത്തിക്കുന്ന ചില അനുഭവങ്ങളാണ്. അപ്പം ഈ രാഹു പ്രീതി ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച ഇല്ലാതാക്കാം. മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നത്, മോശം റിലേഷൻസിൽ പോകുന്നത്, കുടുംബകലഹം, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരാള് പുത്തങ്കാവമ്പലത്തിന് അവിടെ നിന്ന് എന്നെ ഇവിടെ കാണാൻ വന്നു. വെള്ളിയാഴ്ച ഞാൻ ഇച്ചേരം വീട് ഇരിക്കും, പുത്തങ്കാവലമേ തൊഴുതിട്ട്. ബാക്കി സമയങ്ങളൊക്കെ വാട്സപ്പ് വഴിയാണ്, സമയമില്ല. അപ്പോൾ പുള്ളി എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, കുറെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, വാഹനം ഒന്ന് ശ്രദ്ധിച്ചോണം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ പുത്തങ്കാവലമ്പലത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, പുള്ളിയുടെ കയ്യിലൊരു മുഴയുണ്ട്, ആക്സിഡന്റ് ഉണ്ടായി, പക്ഷെ ശ്രദ്ധിച്ചുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി. അപ്പം ഞാൻ പറഞ്ഞു, അത്രയാണ്, ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല, അതിനുവേണ്ടിയാണ് പറഞ്ഞു തന്നത്, വലിയ അപകടം ഒഴിവാക്കാൻ പറ്റും. അപ്പം അവിടെയും രാഹുവിൻ്റെ ചില സ്ഥിതികൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ കൈരേഖയിലാണേലും, അതിപ്പം വരച്ച് കാണിക്കാൻ ഈ കൈരേഖയിൽ
പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ. കേട്ടോ, ഞാൻ വലത് കൈയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇടത് കൈയായിട്ട് തോന്നും, അത് വീഡിയോ തോന്നുന്നതാണ്. പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ. ഈ വേണ്ട ഇങ്ങനെ ഞാൻ വരച്ചിട്ടില്ല, ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഒരു വര വരിക, ഇങ്ങനെ ഈ അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ. ഇവിടുന്ന് ശനിമണ്ഡലം, ഇത് ശനിമണ്ഡലം നടുവരൽ നാട്, ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വന്ന് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കയറുക. അത് രാഹു ലൈൻ എന്ന് പറയും. രാഹു ലൈൻ. ഈ രാഹു ലൈൻ ഉള്ളവർക്കും 4 ചക്ര വാഹനങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അശ്രദ്ധ കൊണ്ടാണ് കൂടുതൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന ഉള്ളതേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, സംഭവിക്കത്തുമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക. അതിനു വേണ്ടിയാണ് പറയുന്നത്. വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചുപയോഗിക്കുക നല്ലതാണ്. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ബിസിനസ്സുകാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഈ ഓഫീസിൽ വലിയ കോടീശ്വരന്മാർ, ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരന്മാർ ഈ ഓഫീസിൽ ഇവിടെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ മുന്നിലിരുന്ന് അവരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ തകർച്ച വന്നവരുണ്ട്. വലിയ ഉയർച്ച ഉണ്ടായി, ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നവരുണ്ട്. തകർച്ച വന്നവരുണ്ട്. ഒരു പെട്രോൾ കാശിന് പോലും ഭാഗമില്ല ബുദ്ധിമുട്ടുന്നവർ വരെ ഉണ്ട്. അപ്പം ഞാൻ രാഹു ലൈൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ രാഹു ലൈന് ഉള്ള പലർക്കും പെട്ടെന്ന് സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, മോശം കൂട്ടുകെട്ടുകളിൽ പോകാം, ചെറിയ അപകടങ്ങൾ. ചിലർക്ക് ശ്രദ്ധിച്ചില്ലാതെ ചിലപ്പോൾ വലിയ അപകടമാകാം. ശ്രദ്ധിച്ചാൽ കുഴപ്പം, ചിലർക്ക് ഉണ്ടാകണം നിർബന്ധവുമില്ല. ഇതൊക്കെ നമ്മൾ ഈശ്വരാധീനത്തോടുകൂടി ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ സാധ്യതകളുണ്ടോ? അപ്പം അതിന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയോ? വലിയ കാര്യങ്ങൾ ഞാൻ ലളിതമായ കാര്യം പറയത്തുള്ളൂ. ഞായറാഴ്ച സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് ഒരു നെയ്വിളക്ക്, പാൽപ്പായസം, നാഗയക്ഷിയമ്മയ്ക്ക് ഒരു നെയ്വിളക്ക്, പാൽപ്പായസം നടത്തി കരഞ്ഞ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ വലിയ സമ്പത്ത്, വലിയ ഉയർച്ച, ഏത് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. തെറ്റായ കൂട്ടുകെട്ടുകളെ, തെറ്റായ റിലേഷൻസ് ഒന്നും പോകത്തില്ല, ഒന്നും ഇങ്ങോട്ടും വരത്തില്ല. നമുക്ക് സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച, ബിസിനസ്സുകൾ എന്നും അല്ല തൊഴിലിൽ എന്നും ഉയർച്ചകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആര് തകർന്നാലും ഈ കാര്യം ചെയ്യുന്ന വ്യക്തി തകർത്തില്ല. ഞായറാഴ്ച രാവിലെ രാവിലെയാണ് കേട്ടോ, നാഗരാജാവിന് നെയ്വിളക്ക് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വെക്കണം. വെച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഏത് വഴിപാട് നടയെ വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നാഗരാജാവിന് ഒരു പാൽപ്പായസം, നാഗയക്ഷിയമ്മയ്ക്ക് ഒരു നെയ്വിളക്ക്, നാഗയക്ഷിയമ്മയ്ക്ക് ഒരു പാൽപ്പായസം. പാൽപ്പായസം പറഞ്ഞാൽ രസീത് നിങ്ങൾ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട്, അത് ചിലർക്ക് ചിലപ്പോൾ രസീത് അവരായിരിക്കും ചെയ്യുന്നത്. അപ്പം പറയണം രസീത് എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തരാമെന്ന് പറയണം. ചിലർക്ക് നെയ്വിളക്കും രസീതായിരിക്കും. രസീത് എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് രസീത് തരാമെന്ന് പറയണം. എന്തായാലും നാഗരാജാവിൻ്റെ നാഗയക്ഷിയമ്മയുടെ നടയുടെ നേരെ നിന്ന് ഒന്നുകിൽ ഈ നെയ്വിളക്കോ അല്ലെങ്കിൽ നെയ്വിളക്കിന്റെ രസീതോ, പാൽപ്പായസത്തിന്റെ രസീതോ, ആ രസീതുകൾ വെച്ച് രസീതുകൾ കൈ പിടിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ അവർ നടത്തിക്കൊള്ളാന്ന് പറയും, അവരെ തിരിച്ചു കൊടുക്കുക, അല്ലെ നടയെ വെക്കുക. ഇത് ഞായറാഴ്ചകൾ ചെയ്യണം. നമുക്ക് മാസത്തിൽ ഒരു ഞായറാഴ്ച ചെയ്താലും മതി. അങ്ങനെ മാസത്തിൽ ഒരു ഞായറാഴ്ച നിങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഒന്നുകിൽ മലയാള മാസം ആദ്യ ഞായറാഴ്ച, അല്ലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, അല്ലെ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച. ഈ ഏതെങ്കിലും 3 രീതി തിരഞ്ഞെടുക്കുക. പറഞ്ഞ മനസ്സിലായോ? ഇതെല്ലാം ഒരു രീതികളുണ്ട്. ചുമ്മാ അങ്ങ് ചെയ്ത ഒരു കാര്യം ചെയ്താൽ ഒന്നും ഫലം കിട്ടണമെന്നില്ല. 3 മെത്തേഡുകളുണ്ട്. ഒന്നുകിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച, അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, വെളുത്തപക്ഷ ഞായറാഴ്ച. ആരോടും ചോദിക്കണ്ട, കലണ്ടർ എടുക്കുക, കറുത്തവാവ് നോക്കുക, അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നോക്കുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയല്ല, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച. അതല്ലെങ്കിൽ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച. ഈ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച പെട്ടെന്ന് ഫലം കിട്ടും കേട്ടോ. അതാ ഒരു ഇനി അതും അല്ലെങ്കിൽ മലയാള മാസം അവസാനത്തെ ഏത് ദിവസമാണെന്ന് വെച്ചാൽ ആ ദിവസം. മലയാള മാസം അവസാനം 30 ഉണ്ടെങ്കിലും 31 ഉണ്ടെങ്കിലും അവസാനം ഏത് ദിവസം വരുന്ന ആ ദിവസം. ഇങ്ങനെ 4 രീതി ചെയ്യാം. ഒന്നുകിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച, അല്ലെ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച, അല്ലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, അല്ലെ മലയാള മാസം അവസാനത്തെ തീയതി. അതേ തീയതി വന്നാലും ഇതിൽ 4 ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് നെയ്വിളക്ക്, പാൽപ്പായസം, നാഗയക്ഷിയമ്മയ്ക്ക് നെയ്വിളക്ക്, പാൽപ്പായസം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് കരഞ്ഞ വിളി അങ്ങ് ചെല്ലണം. അല്ല പോയി ചെയ്തെന്ന് ഒരു യാന്ത്രികമായിട്ട് പോയി വഴിപാട് വെച്ചോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. സമയം കളയാന്നുള്ളൂ ഉള്ളൂ. നിങ്ങളുടെ മനസ്സങ്ങ് ചെല്ലണം. കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കി വെച്ചു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. 1-2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മൊബൈലിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മൊബൈലിൽ കുറേ കംപ്ലൈൻറ്റ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റായിരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.